നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ തന്നെ വരുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ തിയറീസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്യാപിറ്റലൈസേഷനിൽ എത്ര ഡെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഇക്വിറ്റി ഉണ്ട്, അതല്ലെങ്കിൽ എത്ര റിട്ടേൺ ഏർണിങ്സ് ഉണ്ട്, അതിൻ്റെ ഒരു പ്രൊപ്പോർഷനാണതെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ നമുക്ക് സിമ്പിളായിട്ട് പറയാം കോമ്പോസിഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ എ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. അതിൽ തന്നെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റ് കോമ്പിനേഷൻ of debt and equity which enhances the value of the firm and reduce the overall cost of capital of the firm, that is called optimum capitalization. എന്താണ് optimum capitalization എന്ന് പറയുന്നത്? ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ്. അതെന്ന് പറയുന്നത് ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? എൻഹാൻസ് ചെയ്യുകയും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനും എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ തന്നെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് എന്നുള്ളതാണ്. എന്താണ് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നോക്കാം. In fact, there is no specific model to design the capital structure suitable for all business undertaking. അതായത് എല്ലാ ബിസിനസ്സിനും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരേപോലത്തെ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ മോഡൽ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓരോ ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള നേച്ചർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഇൻഡസ്ട്രി ടൈപ്പോ ബിസിനസിന്റെ ടൈപ്സോ ഒക്കെ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും കൺസിഡർ ചെയ്തിട്ട് മാത്രമേ അവർക്ക് അവരുടേതായിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഏത് ബോറോവ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓൺഡ് ഫണ്ട് ഉപയോഗിക്കണോ എന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ബിസിനസ്സും അവർക്ക് പറ്റിയ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിന് എന്ത് ചെയ്യാം? പ്രിഫറൻസ് ഷെയർസ് ഉപയോഗിക്കാം, അത് ഡെപ്റ്റ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇക്വിറ്റി ക്യാപിറ്റൽ ഒക്കെ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോർമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ദർ ആർ മെനി തിയറീസ് ആൻഡ് ആർഗ്യുമെന്റ്സ് റിഗാർഡിംഗ് ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ബിസിനസ്. അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ നിർണ്ണയിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തിയറീസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് റിഗാർഡിംഗ് ടു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ബിസിനസ് ഫേംസ്, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് നോക്കാം. ഒന്നാമത്തത് നെറ്റ് ഇൻകം തിയറി. ഓക്കെ, നെറ്റ് ഇൻകം തിയറി. ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് നെറ്റ് ഇൻകം തിയറിയാണ്. സെക്കൻഡ് വൺ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. നെറ്റ് ഇൻകം തിയറിയെ ഫിക്സഡ് കെ മീൻസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ഫിക്സഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തിയറി എന്നും നെറ്റ് ഇൻകം തിയറിയെ അറിയപ്പെടുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നെറ്റ് ഇൻകം തിയറി എന്നുള്ളത് NI തിയറി എന്നറിയപ്പെടും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അതായത് ഫിക്സഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തിയറി എന്നും അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി, അതിനെ NOI തിയറി അല്ലെന്നുണ്ടെങ്കിൽ ഫിക്സഡ് KO തിയറി എന്നും അറിയപ്പെടും. ഫിക്സഡ് KO തിയറി. ഫിക്സഡ് KO തിയറി. KO മീൻസ് എന്താണ്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്, അല്ലെങ്കിൽ അതിനെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും അറിയപ്പെടും. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട രണ്ട് തിയറീസ് ഏതൊക്കെയാണ്? നെറ്റ് ഇൻകം തിയറി ഉണ്ട്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി ഉണ്ട്. മൂന്നാമത്തെ തിയറിയാണ് ട്രഡീഷണൽ തിയറി. ട്രഡീഷണൽ തിയറി. 4 മോഡിഗ്ലനി ആൻഡ് മില്ലർ തിയറി. അതിനാണ് MM തിയറി എന്ന് അറിയപ്പെടുന്നത്. മോഡിഗ്ലനി ആൻഡ് മില്ലർ തിയറി, അതിന് MM തിയറി എന്ന് അറിയപ്പെടും. അത് തന്നെ വിത്തൗട്ട് ടാക്സും ഉണ്ട്, വിത്ത് ടാക്സസും ഉണ്ട്. അപ്പൊ അത് നമുക്ക് പഠിക്കാനുള്ളതാണ് മോഡിഗ്ലനി ആൻഡ് മില്ലർ തിയറി. നെക്സ്റ്റ് പറയുന്നത് പെക്കിംഗ് ഓർഡർ തിയറി. പെക്കിംഗ് ഓർഡർ തിയറിയിൽ തന്നെ മോഡിഫിക്കേഷൻ ഓഫ് പെക്കിംഗ് ഓർഡർ തിയറി ഉണ്ട്. അതുപോലെ ലാസ്റ്റ് വൺ വരുന്നത് ട്രേഡ് ഓഫ് തിയറി. അപ്പൊ ഇത്രയും തിയറീസ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് 4 തിയറീസ് ആണ്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെറ്റ് ഇൻകം തിയറീസ്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറീസ്, ട്രഡീഷണൽ തിയറീസ്, മോഡിഗ്ലനി ആൻഡ് മില്ലർ തിയറി അല്ലെങ്കിൽ MM തിയറീസ്. ഇത്രയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള
ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി ഈ ഓരോ തിയറീസും എന്താണെന്ന് നമുക്ക് നോക്കി വരാം. അപ്പം ഈ തിയറീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വാല്യൂ ഓഫ് ദ ഫേമും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, അപ്പോൾ ദിസ് തിയറീസ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദി ഫേം. അതായത് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒരു ബിസിനസിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേമിനെ എന്ത് ചെയ്യുന്നു, അഫക്റ്റ് ചെയ്യുന്നു. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ തിയറീസിനെ പ്രധാനമായിട്ടും 2 ഹെഡിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് റിലവൻസ് തിയറി, രണ്ടെന്ന് പറയുന്നത് ഇറലവൻസ് തിയറി. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമുക്കിനി തിയറീസ് ആണ് പഠിക്കാനുള്ളത്. തിയറീസിനെ എന്ത് ചെയ്യുന്നു, പ്രധാനമായിട്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? റിലവൻസ് തിയറി, രണ്ടാമത്തത് ഇറലവൻസ് തിയറി. ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് പ്രധാനമായിട്ടും 2 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ കണ്ടെത്തേണ്ടത്. ഒന്നെന്ന് പറയുന്നത് വിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഫേം. അതായത് ഒരു ഫേമിന്റെ വാല്യൂ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതെന്നുള്ളത്. അതുപോലെ തന്നെ ഷുഡ് എ ഫേം ബോറോ ഓർ നോട്ട്, ഇഫ് യെസ് ടു വാട്ട് എക്സ്റ്റെൻസ്. അതായത് ഇപ്പോൾ ഒരു ഫേം എന്ത് ചെയ്യണം, ബോറോഡ് ഫണ്ട് ഉപയോഗിക്കണോ വേണ്ടയോ, ബോറോഡ് ഫണ്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് എക്സ്റ്റെൻഡ് വരെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഏതിലൂടെ സോൾവ് ചെയ്യുന്നത്, ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിലൂടെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ക്യാപിറ്റൽ സ്ട്രക്ചറും വാല്യൂ ഓഫ് ദ ഫേമും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ നമ്മൾ 2 ആയിട്ട് തിരിക്കുന്നു. ഒന്നെന്ന് പറയുന്ന ഏതാണ്? റിലവൻസ് തിയറി, രണ്ടെന്ന് പറയുന്ന ഏതാണ്? ഇറലവൻസ് തിയറി. റിലവൻസ് തിയറിയിൽ പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ഫേമിനെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? വാല്യൂ ഓഫ് ദ ഫേം അല്ല, അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ തിയറി എന്തെന്ന് പറയാം? റിലവൻസ് തിയറി അല്ലെങ്കിൽ റിലവന്റ് തിയറി എന്ന് പറയാം. ഇറലവന്റ് തിയറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് ദ ഫേമിനെ എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള തിയറീസിനെയാണെന്ന് പറയുന്നത് ഇറലവന്റ് തിയറീസ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? റിലവന്റ് തിയറി, ഇറലവന്റ് തിയറി. ക്യാപിറ്റൽ സ്ട്രക്ചർ വാല്യൂ ഓഫ് ദ ഫേമിനെയും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും അഫക്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെ റിലവന്റ് തിയറി എന്ന് പറയും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയും? ഇറലവന്റ് തിയറി എന്ന് പറയും. റിലവന്റ് തിയറിയിൽ വീണ്ടും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് നെറ്റ് ഇൻകം അപ്രോച്ച് അല്ലെങ്കിൽ നെറ്റ് ഇൻകം തിയറി, രണ്ടാമത്തത് ട്രഡീഷണൽ അപ്രോച്ച്. ഇറലവന്റ് തിയറിയിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ള 2 തിയറീസ് ആണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും അപ്രോച്ചും. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്ന ഈ 4 തിയറീസ് ആണ്. ഏതൊക്കെയാണ്? നെറ്റ് ഇൻകം അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, അപ്രോച്ച് അല്ലെങ്കിൽ മോഡിഗ്ലനി ആൻഡ് മില്ലർ അപ്രോച്ച്. അപ്പോൾ ഇവിടെ നിന്നിട്ട് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന തിയറീസ് തന്നിട്ട് ഇതിൽ ഏതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെടുന്ന തിയറി എന്ന് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ റിലവന്റ് തിയറീസ് ഏതൊക്കെയാണ്, ഇറലവന്റ് തിയറീസ് ഏതൊക്കെയാണെന്നുള്ളതും എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് റിലവന്റ് തിയറിയിൽ തന്നെ വരുന്ന ഫസ്റ്റ് തിയറി ആയിട്ടുള്ള നെറ്റ് ഇൻകം അപ്രോച്ച് ആണ്. അപ്പം നെറ്റ് ഇൻകം അപ്രോച്ച് നമ്മൾ നോക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏതിൻ്റെ ബേസിക് ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്? റിലവന്റ് തിയറിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇത്രയും തിയറീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ തിയറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനറൽ അസംഷൻസ് നോക്കാം. നമ്മൾ ഈ ജനറൽ അസംഷൻസും നോക്കും, അതുപോലെ തന്നെ ഈ ഓരോ തിയറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള അസംഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ജനറൽ അസംഷൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ പറയുന്നത് ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ പറയുന്ന പോലെ ഫേമിന് എന്താണ് ഒരു നെവർ എൻഡിങ് ലൈഫാണ് ഉള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ ഫേം ഈസ് എ ഗോയിങ് കൺസേൺ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിന്റെ എല്ലാം ബേസിക് അസംഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ ഫേം ഈസ് എ ഗോയിങ് കൺസേൺ ആൻഡ് ഇറ്റ് ഹാസ് പെർപെക്ച്വൽ ലൈഫ്. എന്തുണ്ട്? ഈ പറയുന്ന ബിസിനസ്സിന് പെർപെക്ച്വൽ ലൈഫ് ഉണ്ട്, അതായത് നിയർ ഫ്യൂച്ചറിലൊന്നും എന്ത് ചെയ്യുന്നില്ല, അത് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഫേമുകളാണ് വരുന്നതെന്നുള്ളതാണ് പറയുന്നത്. ദ ഫേം ഈസ് എ ഗോയിങ് കൺസേൺ ആൻഡ് ഇറ്റ് ഹാസ് എ പെർപെക്ച്വൽ ലൈഫ്. അതാണ്
ഇതാണ് ഫസ്റ്റ് ജനറൽ അസംഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ജനറൽ അസംഷൻ എന്താ പറയുന്നത്? ദർ ആർ ഓൺലി 2 സോഴ്സസ് ഓഫ് ഫണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്, പ്രധാനപ്പെട്ട അസംഷൻ ആണ്. എന്താണ്? 2 സോഴ്സസ് ഓഫ് ഫണ്ട്. പ്രധാനമായിട്ടും 2 സോഴ്സസ് ഓഫ് ഫണ്ട്, അല്ലെങ്കിൽ ഇവിടെ 2 സോഴ്സസ് ഓഫ് ഫണ്ടിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന് ഏതാണ്? ഡെപ്റ്റ് ആണ്. രണ്ടെന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി ആണ്. ഡെപ്റ്റിന്റെയും ഇക്വിറ്റിയുടെയും കാര്യം മാത്രമേ ഏതിൽ പറയുന്നുള്ളൂ? ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ പറയുന്നുള്ളൂ. അതായത് ഒരു ബിസിനസ് ഫണ്ട് റൈസ് ചെയ്യുന്നത് ഏതൊക്കെ സോഴ്സസ് ഉപയോഗിച്ചിട്ടെന്നാ പറയുന്നത്? ഡെപ്റ്റും ഇക്വിറ്റിയും. ഇവിടെ മറ്റ് സോഴ്സസ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയറിന്റെ കാര്യമോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് റീറ്റേൺ ഏർണിങ്സിന്റെ കാര്യമോ ഒന്നും പറയുന്നില്ല. 2 സോഴ്സസേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഡെപ്റ്റും ഇക്വിറ്റിയും. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേ? ഫേമിന് എന്താണ്? ഫേം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗോയിങ് കൺസേൺ ആണ്. അതുപോലെ തന്നെ ഫേമിന് എന്തുണ്ട്? ഒരു പെർപെക്ച്വൽ ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ എന്താണ്? പ്രധാനമായിട്ടും 2 സോഴ്സസ് ഓഫ് ഫണ്ടാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ഡെപ്റ്റ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് there are no returned earnings. എന്താണ് ഇവിടെ returned earnings എന്ന് പറഞ്ഞിട്ട് ഒന്നും കരുതുന്നില്ല. ഓക്കെ, no returned earnings. All the firms follows 100% dividend payout policy. നമുക്കറിയാം എന്താണ്, നമ്മൾ ഡിവിഡൻഡ് ഡിസിഷനൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്, ഒരു ഫേം എന്താണ് അവർക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റിൽ എത്ര പോർഷൻസ് റിട്ടേൺ ചെയ്യുന്നു, എത്ര പോർഷൻസ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു. അതൊക്കെയാണ് നമ്മൾ ഏതിൽ നോക്കുന്ന? ഡിവിഡൻഡ് ഡിസിഷനകത്ത് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിന്റെ ജനറൽ അസംഷനിൽ പറയുന്നത് 100% ഓഫ് പ്രോഫിറ്റും എന്തായിട്ട് കൊടുക്കും? ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ഇവിടെ റിട്ടേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സോഴ്സ് എന്ത് ചെയ്യുന്നില്ല, അവർ കരുതി വെക്കുന്നില്ല. അതാണ് മൂന്നാമത്തെ അസംഷനിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 3 അസംഷൻസ് ഏതൊക്കെയാണ്? ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗോയിങ് കൺസേൺ ആണ്. അതിനെന്തുണ്ട്? പെർപെക്ച്വൽ ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത് എന്താ പറഞ്ഞേ? 2 സോഴ്സസ് ഓഫ് ഫണ്ട് മാത്രമേ, അതായത് പ്രധാനമായിട്ടും മേജർ ആയിട്ടുള്ള 2 സോഴ്സസ് ഓഫ് ഫണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? യൂസ് ചെയ്യുന്നുള്ളൂ. ഏതൊക്കെയാണ്? ഡെപ്റ്റ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. മറ്റ് പ്രിഫറൻസ് ഷെയറോ അല്ലെങ്കിൽ റിട്ടേൺ ഏർണിങ്സോ ഒന്നും എടുക്കുന്നില്ല. റിട്ടേൺ ഏർണിങ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് അവിടെ? 100% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ്, അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് പോളിസിയാണ്. അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ 100% എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട 3 ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസംഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ഡിഗ്രി ഓഫ് ലിവറേജ് ക്യാൻ ബി changed by rising or redeeming debt or by issuing equity shares. അപ്പോൾ ഇവിടെ എന്താണ്? ഡിഗ്രി ഓഫ് ലിവറേജ് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇക്വിറ്റി ഹോൾഡേഴ്സിന്റെ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ കൂട്ടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിവറേജ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡെപ്റ്റ് ഫണ്ട് എന്ത് ചെയ്യാം? റൈസ് ചെയ്തുകൊണ്ടോ റെഡീം ചെയ്തുകൊണ്ടൊക്കെ എന്ത് ചെയ്യാം? ആ ഒരു ലിവറേജിൽ എന്ത് ചെയ്യാം? ചേഞ്ച് വരുത്താം. അല്ലെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസിലൊക്കെ ചേഞ്ച് വരുത്തിക്കൊണ്ട് ആ ഒരു ലിവറേജിൽ എന്താ? ഡിഗ്രി ഓഫ് ലിവറേജിൽ ചേഞ്ച് വരുത്താം എന്നുള്ളതാണ് അടുത്ത അസംഷനകത്ത് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഇൻവെസ്റ്റേഴ്സ് ഹാവ് ദ സെയിം പെർസെപ്ഷൻ അബൌട്ട് ദി എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഏർണിങ്സ് ഓഫ് ദി ഫേം. എന്താണ് ഇവിടെ ഉള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എന്താണ്? അവർക്ക് ഒരു സെയിം ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ഏർണിങ്സിനെ കുറിച്ചിട്ട് സെയിം ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ ആണ് ഉള്ളതെന്നുള്ളതാണ് 5ാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു ഫേം എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ പ്രധാനമായിട്ടും 2 സോഴ്സസ് ഓഫ് ഫണ്ടേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഡെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റി ഉണ്ട്. പിന്നെ 100% ഡിവിഡൻഡ് പോളിസിയാണ് ഫേം ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ഡിഗ്രി ഓഫ് ലിവറേജ് എന്താണ്? ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഡെപ്റ്റ് ഫണ്ട് കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ അത് റെഡീം ചെയ്തിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഗ്രി ഓഫ് ലിവറേജിൽ മാറ്റം വരുത്തുന്നുണ്ട്. പിന്നെ പറഞ്ഞ എന്താണ്? ഇൻവെസ്റ്റേഴ്സിനെല്ലാം ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ഏർണിങ്സിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്താണ്? സെയിം ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. നെക്സ്റ്റ് പറയുന്നത് ദ ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ദ ഫേം ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു ഗ്രോ. എന്താണ് ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ദ ഫേം? ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എബിറ്റ് ആണ് അല്ലെ? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. എബിറ്റിനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നില്ല? ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളൊരു അസംഷനിലാണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ ബിസിനസ് റിസ്ക് ഈസ് അസ്യൂംഡ് ടു കോൺസ്റ്റന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. അതായത് എന്താണ്? ഒരു ഫേമിന്റെ അവരുടെ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എന്താണ്? അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറോ ഫിനാൻഷ്യൽ റിസ്കോ ഉണ്ടാകുന്നത് വഴി ഈ പറയുന്ന ബിസിനസ് റിസ്കിൽ എന്തുണ്ട് ചെയ്യുന്നില്ല? വേരിയബിലിറ്റി ഉണ്ടാകുന്നില്ല
എന്നുള്ളതാണ് പറയുന്നത്. ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതെന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് എങ്ങനെയാണ് കൂടുന്നത്? ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതലായിട്ട് ഡെപ്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫിനാൻഷ്യൽ റിസ്ക് എൻഹാൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ എന്താ പറഞ്ഞേക്കുന്നത്? വേരിയബിലിറ്റി ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകം ഈസ് കോൾഡ് ബിസിനസ് റിസ്ക് ആൻഡ് വേരിയബിലിറ്റി ഇൻ EPS ഈസ് കോൾഡ് ഫിനാൻഷ്യൽ റിസ്ക്. എന്താണ്? ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ, ഓപ്പറേറ്റിംഗ് ഇൻകം ആണെന്ന് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെന്ന് പറയുന്നത് എബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എബിറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് പറയും? ബിസിനസ് റിസ്ക് എന്ന് പറയും. ഓക്കെ, EPS മീൻസ് ഏർണിംഗ് പെർ ഷെയർ, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന ഏർണിംഗ്സ് ആണ് എന്ന് പറയുന്നത് ഏർണിംഗ്സ് പെർ ഷെയറിന് EPS എന്ന് പറയുന്നത്. ആ ഏർണിംഗ്സ് പെർ ഷെയറിന്റെ വേരിയബിലിറ്റി വന്നു കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയും. അപ്പോൾ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണ്? കൂടുതലായിട്ട് ഡെപ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ്? EPS അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേണിൽ എന്ത് ചെയ്യാം? വേരിയബിലിറ്റി വരാം. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ റിസ്ക് എന്ന് പറയുന്നത് തന്നെ എന്താണ്? വേരിയബിലിറ്റി ഇൻ റിട്ടേൺ ആണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെന്തെന്ന് പറയും? ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയും. That is, the business risk of the firm remains constant or there is no variability in operating profit. ഇപ്പൊ ഈ പറയുന്ന എല്ലാ തിയറീസിന്റെയും ഒരു അസംഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്ത്? ജനറൽ അസംഷൻ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകം, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മറ്റൊരു പേരിൽ എന്താണ് അറിയപ്പെടുന്നത്? എബിറ്റ്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ കൊടുക്കുന്നതിന് മുൻപുള്ള ബിസിനസ്സിനുള്ള ഏർണിംഗ്സ്. ഓക്കെ, അതിനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിലൊരു വേരിയബിലിറ്റിയും ഇല്ല എന്നുള്ള അസംഷനിലാണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് നിലനിൽക്കുന്നത്. അപ്പൊ ഇത്രയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനറൽ തിയറീസ് എന്ന് പറയുന്നത്. നമുക്കിനി ഈ ഓരോ തിയറീസും നോക്കണം, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന പ്രധാനപ്പെട്ട തിയറീസ്. എന്നിട്ട് അതിന്റെ അസംഷൻസും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ജനറൽ അസംഷൻസ്. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും 2 സോഴ്സസ് ഓഫ് ഫണ്ടേ വരുന്നുള്ളൂ. ഏതൊക്കെയാണ്? ഡെപ്റ്റ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് റിസ്ക് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു അസംഷൻ ആണ് ദ അസറ്റ്സ് ഓർ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് റിമെയിൻ കോൺസ്റ്റന്റ്. എന്താണ്? അസറ്റ് അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഹൗവർ ദ പാറ്റേൺ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ഇഷ്യൂ ഓർ ബൈബാക്ക് ഓഫ് ഷെയർസ് ആൻഡ് ഇഷ്യൂ ഓഫ് റിഡംഷൻ ഓഫ് ഡെപ്റ്റ്. എന്താണ് ഇവിടെ പറയുന്നത്? ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ്. ഓക്കെ, ടോട്ടൽ അസറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് നമ്മൾ ക്യാപിറ്റലൈസേഷനിൽ പറയുന്ന പോലെ എത്ര എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ് ഉള്ളത്, ആ ടോട്ടൽ ക്യാപിറ്റൽ എന്ത് ചെയ്യാം? അത് ആ ഒരു എമൗണ്ട് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. പക്ഷേ എന്ത് ചെയ്യാം? പാറ്റേൺ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ എന്ത് ചെയ്യാം? മാറ്റം വരുത്താം. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് ചെയ്യാം? മാറ്റം വരുത്താം. അതായത് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഉപയോഗിക്കുന്ന പ്രൊപ്പോർഷൻ ഒക്കെ എന്ത് ചെയ്യാം? മാറ്റം വരുത്താം. പക്ഷേ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അതാണ് ഈ ഒരു അസംഷനിൽ പറയുന്നത്. ദ അസറ്റ് ഓർ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് റിമെയിൻസ് constant. However, the pattern of capital employed can be changed by issue or buyback of shares or issue or redemption of debt. ഷെയർസ് ഇഷ്യൂ ചെയ്തോ അല്ലെങ്കിൽ ഷെയർസ് ബൈബാക്ക് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്തോ ഡെപ്റ്റ് റിഡംഷൻ വഴിയൊക്കെ എന്ത് ചെയ്യാം? ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ പാറ്റേണിൽ എന്ത് ചെയ്യാം? മാറ്റം വരുത്താം. ഓക്കെ, പക്ഷേ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം? അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇതൊരു അസംഷൻ ആണ്. നെക്സ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ആൻഡ് പേഴ്സണൽ ഇൻകം ടാക്സ് ഡു നോട്ട് എക്സിസ്റ്റ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ടാക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? കോർപ്പറേറ്റ് ആൻഡ് പേഴ്സണൽ ടാക്സ് ഡു നോട്ട് എക്സിസ്റ്റ്. പക്ഷേ ഈ ഒരു അസംഷൻസ് ലേറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് മോഡിഗ്ലനി ആൻഡ് മില്ലർ തിയറി വന്ന സമയത്ത് അതിനകത്ത് വിത്ത് ടാക്സ് എന്നുള്ളൊരു തിയറിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അസംഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? അസംഷൻ ലേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? അത് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ് ഇവിടെ? നോ ടാക്സ് അല്ലെങ്കിൽ നോ ടാക്സ് കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം ഇത്രയാണ് ഏതിന്റെ അസംഷൻ എന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിന്റെ ജനറൽ ആയിട്ടുള്ള അസംഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? 2 സോഴ്സസ് ഓഫ് ഫണ്ട് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഡെപ്റ്റും
ഇക്വിറ്റിയും ആണ്. പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ആ സ്ട്രക്ചറിൽ എന്ത് ചെയ്യാം, മാറ്റം വരാം എന്നുള്ളതും ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ എന്തുണ്ട്, ടാക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കിയേക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ തിയറിയാണ്, അതായത് റിലവന്റ് തിയറിയാണ്, നെറ്റ് ഇൻകം തിയറി. ഓക്കെ, നെറ്റ് ഇൻകം അപ്രോച്ച് അല്ലെങ്കിൽ നെറ്റ് ഇൻകം തിയറി, ഇതിനെ NI തിയറി എന്ന് അറിയപ്പെടും. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് ഫിക്സഡ് KE തിയറി. KE എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻവെസ്റ്റർ ആ ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്ന റിട്ടേൺ, അതിനെയാണെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം നെറ്റ് ഇൻകം അപ്രോച്ചിന് അല്ലെങ്കിൽ നെറ്റ് ഇൻകം തിയറിയുടെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഡുറന്റ് ആണ്. ഓക്കെ, ഡേവിഡ് ഡുറന്റ് ഡെവലപ്പ് ചെയ്ത തിയറിയാണ്. ഏതാണ് വർഷം, 1959 ഡേവിഡ് ഡുറന്റ് ഈ പറയുന്ന നെറ്റ് ഇൻകം അപ്രോച്ച് അല്ലെങ്കിൽ നെറ്റ് ഇൻകം തിയറി ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഈ തിയറിയിൽ പറയുന്നത് ഇതൊരു റിലവന്റ് തിയറിയാണെന്ന് ഞാൻ പറഞ്ഞു. റിലവന്റ് തിയറിയാണെന്ന് പറയാൻ കാരണം എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നു, ആ ഒരു കമ്പനിയുടെ വാല്യൂവിനെയും അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു തിയറി എന്തെന്ന് പറയുന്നത്, റിലവന്റ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം റിലവന്റ് തിയറിയാണ് എന്ന് പറയുന്നത് നെറ്റ് ഇൻകം തിയറി അല്ലെങ്കിൽ ഫിക്സഡ് KE തിയറി എന്ന് പറയുന്നത്. ഫിക്സഡ് KE തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണ്, ഡേവിഡ് ഡുറന്റ് ആണ്. ഏത് വർഷമാണ്, 1959 ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി എ കമ്പനി ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് വാല്യൂ ബൈ ഇൻക്രീസിംഗ് ദ വോളിയം ഓഫ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ കോമ്പോസിഷൻ. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ആ കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണെന്ന് പറയുന്നത് ഈ നെറ്റ് ഇൻകം തിയറിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നെറ്റ് ഇൻകം തിയറി എന്ന് പറയുന്ന ഒരു റിലവന്റ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, അക്കോർഡിംഗ് ടു ദിസ് തിയറി എ കമ്പനി ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് എ വാല്യൂ. ഓക്കെ, ആ കമ്പനിക്ക് എന്ത് ചെയ്യാം, അവരുടെ വാല്യൂ എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. എങ്ങനെ, ഇൻക്രീസിങ് ദ വോളിയം ഓഫ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിന്റെ വാല്യൂ കൂട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റിന്റെ എമൗണ്ട് കൂട്ടുന്നത് വഴി എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏതിൽ പറയുന്നത്, നെറ്റ് ഇൻകം തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് മറന്നു പോകരുത്. അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ നെറ്റ് ഇൻകം തിയറിനെ റിലവന്റ് തിയറി എന്ന് പറയാൻ കാരണം എന്താണ്, ആ കമ്പനി എന്ത് ചെയ്യുന്നു, അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുമ്പോൾ അത് അതിന്റെ കമ്പനിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു, കൂടാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നെറ്റ് ഇൻകം അപ്രോച്ചിനെ റിലവന്റ് തിയറി എന്നും പറയുന്നത്. According to this theory, firm can maximize the value and minimize the overall cost of capital through use of more debts. അപ്പോൾ അതായത് ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതലായിട്ട് ഡെപ്റ്റ് യൂസ് ചെയ്യുന്നത് വഴി ആ കമ്പനിയുടെ വാല്യൂ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നുണ്ട് എന്നുള്ളതാണ് ഏതിന്റെ ബേസിക് ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്, ഈ പറയുന്ന നെറ്റ് ഇൻകം തിയറിയുടെ ബേസിക് അസംഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ്, കമ്പനി അവന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതലായിട്ട് ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ വാല്യൂവും കൂടും, അതുപോലെ തന്നെ എന്താണ്, കോസ്റ്റ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു തിയറിയിൽ പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം ഗെറ്റ് റെഡ്യൂസ്ഡ് ഇൻ പ്രൊപ്പോർഷൻ ദ വോളിയം ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ്ഡ് ഓർ ഇൻക്രീസ്ഡ്. ഓക്കെ, അതായത് ഒരു ഫേമിന്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന ഡെപ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദിസ് വിൽ റിഫ്ലക്ട് ഇൻ ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം. അപ്പോൾ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് കൂട്ടുന്നത് വഴി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയും അതുവഴി ഫേമിന്റെ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ദ ആർഗ്യുമെന്റ് ഈസ് ദാറ്റ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി അറ്റ് ഇറ്റ്സ് മിനിമം വെൻ മാക്സിമം പോസിബിൾ ഡെപ്റ്റ് ഈസ് യൂസ്ഡ്.
അതായത് ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാക്സിമം ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ നോക്കുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ റിലവന്റ് തിയറി ആയിട്ടുള്ള നെറ്റ് ഇൻകം തിയറിയാണ് നോക്കുന്നത്. പിന്നെ മറ്റൊരു പേര് എന്താണ്, ഫിക്സഡ് KE തിയറി എന്നുള്ളതാണ് മറ്റൊരു പേര്. ഇതിൽ എന്താണ് നമ്മൾ പറഞ്ഞത്, ഒരു കമ്പനി റിലവന്റ് തിയറി എന്ന് പറയാൻ കാരണം ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തുമ്പം അതെന്ത് ചെയ്യുന്നു, ആ ഒരു ചേഞ്ച് ആ ഒരു കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയാനും അതുവഴി കമ്പനിയുടെ വാല്യൂ കൂട്ടാനും സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് വരുത്തുക എന്ന് ഉദ്ദേശിച്ചത് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഡെപ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. To put it differently, when the degree of financial leverage increased, okay, the overall cost of capital will decrease. As a result, value of the firm will increase. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഈ നെറ്റ് ഇൻകം തിയറിയിൽ പറയുന്നത് അത് ഡിഫറെൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ ലിവറേജ് മീൻസ് എന്താണ്, നമ്മൾ അതിന് മറ്റൊരു പേരാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ഇനി ലിവറേജ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി എന്ത് ചെയ്യുക, ഡെപ്റ്റ് ക്യാപിറ്റൽ കൂടുതലായിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുക. ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് ഓണേഴ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ കൂട്ടിക്കഴിഞ്ഞാൽ അതിനാണെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയും അതുവഴി എന്ത് ചെയ്യുന്നു, ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പറയുന്ന നെറ്റ് ഇൻകം തിയറിയുടെ ബേസിക് അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, എന്നാൽ ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്യുക, ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിനാൻഷ്യൽ ലിവറേജിന്റെ ഡിഗ്രി എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അതിനെയാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജിൽ മാറ്റം വരുത്തുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും കമ്പനിയുടെ വാല്യൂവിനെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, കൂട്ടിക്കഴിഞ്ഞാൽ വാല്യൂ കൂടും, അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും എന്ന് പറഞ്ഞു. അപ്പം ഒരു കമ്പനിയിൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കുറച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് ഡെപ്റ്റ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുകയും ചെയ്യും, അതുവഴി എന്ത് ചെയ്യും, ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. ഓക്കെ, അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഈ ഒരു തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വാല്യൂ കൂട്ടണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് ചെയ്യുക, ഡെപ്റ്റ് ഫണ്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. The theory argued that increasing the debt volume is the best method to increase the market value of the firm. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ ഒരു തിയറിയിൽ പറയുന്നത് ഒരു ഫേമിന് അവരുടെ മാർക്കറ്റ് വാല്യൂ കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ആ ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിന്റെ വോളിയം എന്ത് ചെയ്യണം, കൂട്ടണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിന്റെ വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കൂടാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. The net income approach state that with the cost of debt and cost of equity remain constant, more use of debt will increases with the ഏർണിങ്സ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഷെയർസ്. അപ്പോൾ ഈ ഒരു തിയറിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിന്റെ അല്ലെങ്കിൽ ഓണേഴ്സിന്റെ ഏർണിങ്സ് കൂട്ടുകയും ആ ഒരു ബിസിനസിന്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടുകയും, അല്ലെങ്കിൽ ആ മാർക്കറ്റ് വാല്യൂ കൂടുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ആ ഒരു കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടും. ഷെയറിന്റെ വാല്യൂ കൂടുമ്പോഴത്തേക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ എന്ത് ചെയ്യും, റിട്ടേൺ കൂടും. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഈ പറയുന്ന നെറ്റ് ഇൻകം തിയറിയിൽ പറഞ്ഞേക്കുന്നത്. അപ്പം അതായത് ഒരു കമ്പനിയിൽ എന്താണ്, ഒരു കമ്പനിയിൽ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിന്റെ വോളിയം എന്ത് ചെയ്യുക, കൂട്ടുക. ഡെപ്റ്റിന്റെ വോളിയം കൂട്ടുന്നുണ്ട്, പക്ഷെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ടാണ് വയ്ക്കുന്നത്. അത് നമ്മളിനി ആ ഒരു അസംഷൻസ് പറയുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു തിയറിയുടെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്, ഒരു ഗ്രാഫ് നോക്കുമ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന് മനസ്സിലാവും. ഓക്കെ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും ഇവിടെ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റിന്റെ വോളിയം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൂട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, എന്താണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് അറിയാമല്ലോ. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റിന് കിട്ടുന്ന ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനാണെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ്
ഡെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ടഡ് ബൈ ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. അതിനെയാണെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിവിഡൻഡ് ആയിരിക്കും. അപ്പൊ അതാണ് ഒരു കോസ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ആ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താണ്? ഡെപ്റ്റിന്റെ എമൗണ്ട് അല്ലെങ്കിൽ വോളിയം എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അത് കൂട്ടുന്നത് വഴി എന്താണ്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയും അത് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കൂട്ടാനായിട്ട് സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്? ഷെയറിന്റെ വാല്യൂ കൂടുകയും അതുവഴി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ അല്ലെങ്കിൽ വെൽത്ത് എന്ത് ചെയ്യും? കൂടുകയും ചെയ്യും. നമുക്കിനി നെറ്റ് ഇൻകം തിയറീസിന്റെ പ്രധാനപ്പെട്ട അസംഷൻസ് നോക്കാം. അപ്പൊ ഈ അസംഷൻസിനകത്ത് നമ്മൾ ജനറൽ ആയിട്ടുള്ള അസംഷൻസ് നോക്കി. നമുക്ക് ഇനി നോക്കേണ്ടത് ഈ നെറ്റ് ഇൻകം തിയറി ഏതൊക്കെ അസംഷൻസ് ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ദ ഫേം ആർ ഗിവൺ ആൻഡ് റിമെയിൻ കോൺസ്റ്റന്റ്. അതായത് ക്യാപിറ്റൽ റിക്വയർമെന്റ്, ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മൾ ജനറൽ അസംഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അസറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണെന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ദ ഫേം എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊരു അസംഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാട്ടിയും കുറവാണ്. അതായത് ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ അവിടെ ഒരു ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് എന്ന് പറയുന്നത് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് ഏതിന്റെ അസംഷൻ എന്ന് പറയുന്നത്? നെറ്റ് ഇൻകം തിയറിയുടെ അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ദ ഫേം എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് അല്ലെ? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെപ്റ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റിക്കുള്ള റിട്ടേണിനെ കാട്ടി കുറവാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഇൻട്രൊഡക്ഷൻ ഓഫ് മോർ ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ നോട്ട് അഫക്ട് ദ റിസ്ക് പെർസെപ്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഇപ്പൊ റിസ്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല? റിസ്ക് പെർസെപ്ഷൻ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല ഇൻവെസ്റ്റേഴ്സിന്റെ. ഓക്കെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ റിസ്ക് പെർസെപ്ഷനെ ഈ പറയുന്ന ഡെപ്റ്റ് യൂസേജ് എന്ത് ചെയ്യുന്നില്ല? അഫക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, the confidence level of shareholders remain the same irrespective of the volume of debt infused. ഇപ്പൊ എത്ര ഡെപ്റ്റ് യൂസ് ചെയ്താലും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അത് എന്ത് ചെയ്യുന്നില്ല? ആ ഒരു കോൺഫിഡൻസ് ലെവലിന്, ഷെയർ ഹോൾഡേഴ്സിന്റെ കോൺഫിഡൻസ് ലെവലിനെ എന്ത് ചെയ്യുന്നില്ല? അഫക്ട് ചെയ്യുന്നില്ല. അതായത് റിസ്ക് പെർസെപ്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യുന്നില്ല? അഫക്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ ഡെപ്റ്റ് കൂടുന്നെന്ന് കരുതിയിട്ട് അത് എന്ത് ചെയ്യുന്നില്ല? അത് അവരുടെ കോൺഫിഡൻസ് ലെവലിനെയോ അല്ലെങ്കിൽ റിസ്ക് പെർസെപ്ഷനെയോ അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു അസംഷനി പറയുന്നത്. അപ്പൊ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്തായിരിക്കും? അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. മറന്നു പോകരുത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും എന്താണ്? ഈ പറയുന്ന തിയറിയിൽ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഗ്രാഫ് നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോൺസ്റ്റന്റ് എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ആദ്യത്തെ 3 അസംഷനിൽ പറഞ്ഞത്? ഒന്നെന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ദ ഫേം എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അതുപോലെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. പക്ഷേ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ആവുന്നത് കാരണം എന്താണ്? അവിടെ റിസ്ക് പെർസെപ്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ റിസ്ക് പെർസെപ്ഷന് ഈ ഡെപ്റ്റ് യൂസേജ് എന്ത് ചെയ്യുന്നില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് ദർ ഇസ് നോ കോർപ്പറേറ്റ് ടാക്സ്. ഇവിടെ എന്താണ്? കോർപ്പറേറ്റ് ടാക്സ് ഇല്ല. അതുപോലെ നോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല. ഇവിടെ എന്താ പറഞ്ഞ? ആദ്യം പറഞ്ഞത് എന്താണ്? കോർപ്പറേറ്റ് ടാക്സ് ഇല്ല. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ എന്താണ്? കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ഇക്വിറ്റി. അതായത് നമ്മൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇനിഷ്യൽ സ്റ്റേജിൽ വരുന്ന അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ്, ഇതൊക്കെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെ കാട്ടിയും കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി വെച്ച് നോക്കുമ്പോൾ ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. കാരണം എന്താണ്? ഇപ്പോൾ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ആണെങ്കിൽ പോലും ഡെപ്റ്റിന് എന്താണ്? ഇക്വിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? കുറവാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ഇക്വിറ്റി.
ഓക്കെ, ലാസ്റ്റ് എന്താ പറയുന്നത്, നെക്സ്റ്റ് എന്താ പറയുന്നത്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസസ് ഇൻ ലിവറേജ്. ഇൻക്രീസസ് ഇൻ ലിവറേജ് മീൻസ് കൂടുതലായിട്ട് ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പം, ലിവറേജ് മീൻസ് എന്താണ്, കൂടുതലായിട്ട് ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പം അതെന്ത് ചെയ്യുന്നു, ഫേമിന്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയാനായിട്ട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, എന്താണ്, ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനായിട്ട് കൂടുതൽ അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് കൂടുതലായിട്ട് ഡെപ്റ്റ് ഉപയോഗിക്കുന്നത് സഹായിക്കും എന്നുള്ളത് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നത് വഴി കമ്പനിയുടെ എന്ത് ചെയ്യും, വാല്യൂ എന്ത് ചെയ്യും, മാർക്കറ്റ് വാല്യൂ കൂടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ പറയുന്ന നെറ്റ് ഇൻകം തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട അസംഷൻസ്. അപ്പൊ അസംഷൻസിൽ നമ്മൾ എന്തൊക്കെയാ നോക്കിയേ, ഒരു ഫേമിന്റെ ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ റിക്വയർമെന്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇവിടെ കോസ്റ്റുകളായിട്ടുള്ള ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഡെപ്റ്റിന് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, കോർപ്പറേറ്റ് ടാക്സ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ കൂടുതലായിട്ട് അല്ലെങ്കിൽ ലിവറേജിന്റെ ഡിഗ്രി ഓഫ് ലിവറേജ് കൂടുന്നതിനനുസരിച്ച് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും എന്ന് പറഞ്ഞു. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാട്ടിയും കുറവാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, റിസ്ക് പെർസെപ്ഷനിൽ മാറ്റമില്ല എന്ന് പറഞ്ഞു. അതായത് കൂടുതലായിട്ട് ഡെപ്റ്റ് ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യുന്നില്ല, ഷെയർ ഹോൾഡേഴ്സിന്റെ കോൺഫിഡൻസ് ലെവലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എന്താണ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.